പാല മധ്യ തിരുവിതാംകൂറിന്റെ അഭിമാന സ്തംഭമായി കേരളത്തിന് സുപരിചിതമായ വികസന മോഡലായി വിഖ്യാതമായ നിയോജക മണ്ഡലം. പാല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അറിയാതെ മറ്റൊരു രണ്ടക്ഷരം കൂടി തെളിഞ്ഞു വരും. മറ്റാരുടേതുമല്ല, മാണിസാറിന്റെ. പാലായുടെ വികസന പരിപ്രേക്ഷ്യത്തിൽ തന്റേതായ വികസന വിസ്ഫോടനം ചാർത്തിയ കേരള രാഷ്ട്രീയത്തിലെ മികച്ച ഭരണാധികാരി. ഒരേ നിയോജകമണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ജനപ്രതിനിധിയായി ആദ്യ റെക്കോർഡിട്ട പാലായുടെ കുഞ്ഞുമാണ്. കേരളത്തിന്റെ KM മാണി 2019 ഏപ്രിൽ 9 അദ്ദേഹം കാലയളവിൽ കൂടി പറഞ്ഞു. പാലായുടെ ചരിത്രം KM മാണിക്ക് മുൻപും KM മാണിക്കൊപ്പവും KM മാണിക്ക് ശേഷവും എന്ന മൂന്നായി തിരിക്കാം. പാലായെ കുറിച്ച് പറയുവാൻ ഏറെയില്ല. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ കേരളത്തിലെ നമ്പർ 1 നിയോജക മണ്ഡലം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻ മുന്നേറ്റം നടത്തിയ മണ്ഡലം. KM മാണിയുടെ രാഷ്ട്രീയ തന്ത്രശാലിയും തട്ടകം. അധികാരം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച, ജനക്ഷേമത്തിനായി വിനിയോഗിച്ച, ജനങ്ങൾക്കൊപ്പം നടന്ന നേതാവ്. ജനപ്രതിനിധിക്ക് അപ്പുറം പാലായുടെ മനസ്സറിഞ്ഞ ഭരണാധികാരിയും രക്ഷാധികാരിയുമായിരുന്നു അദ്ദേഹം. സമർപ്പിതമായ ഒരു സേവനമാണ് പാലായിക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. അതിനകത്ത് കലവറയില്ല. എൻ്റെ ലോകം പാലായാന്ന് ഒരു ബോഡിയൊക്കെ അറിയണം. പാലായ എൻ്റെ ജീവിതവും എൻ്റെ മുദ്രാവാക്യവും എൻ്റെ ആശയവും എല്ലാം പാലായ. എല്ലാം പാല കഴിഞ്ഞൊരു ലോകം. ഒന്നിനും കുറവില്ലാത്ത നാട്. അതായിരുന്നു 5 പതിറ്റാണ്ടിൽ പാല എന്ന മലയോര മണ്ഡലം. ദേശീയപാതകളെക്കാളും മികച്ച റോഡുകൾ, ഇരട്ട പാലങ്ങൾ, ഒരു ജില്ലാ തലസ്ഥാനത്തിന്റെ സൗകര്യങ്ങൾ എല്ലാം കൈപ്പിടിയിലെത്തിച്ച KM മാണിയുടെ രാഷ്ട്രീയ നേതൃത്വം. അതായിരുന്നു KM മാണിക്കൊപ്പം ഉണ്ടായിരുന്ന പാല. ഇന്നത്തെ പാല ഏറെ മാറിപ്പോയി. ഇന്ന് പ്രതാപം നഷ്ടമാവുന്ന നാട്, കാട് കയറുന്ന പദ്ധതികൾ, പാതി വഴിയിൽ മുടങ്ങിയ നിർമ്മാണങ്ങൾ, മരവിച്ച വികസന പ്രവർത്തനങ്ങൾ. ഇതാണ് ഇന്നത്തെ പാലായുടെ നേർചിത്രം. വികസനത്തിന്റെ കരുത്ത് തെളിയിച്ച പാല ഇന്ന് അവഗണനയുടെ കടികാര്യസ്ഥതയുടെ നാദനില്ലാ കളിയായി മാറിയിരിക്കുന്നു. പാലായുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പാലായുടെ വികസന മുരടിപ്പ് സംബന്ധിച്ച വിജ്ഞാനം ഒരു സംവാദം ഒരുക്കുകയാണ്. ബസ്സുകൾ ഒഴിഞ്ഞ KSRTC ഡിപ്പോയും അനാഥം പേറുന്ന വികസനം മുടങ്ങിപ്പോയ കളയമ്മാക്കൽ പാലവും നെല്ലിയാനിയുടെ സിവിൽ സ്റ്റേഷൻ അനക്സ് മന്ദിരവും പൊട്ടിപ്പൊളഞ്ഞ ഗ്രാമീണ റോഡുകളും ഒരു നാടിന്റെ ഗതികേടായി മാറുന്നത്. എന്താണ് പാലായ്ക്ക് സംഭവിച്ചത്? 2024 പാലായ്ക്കൊട്ടും ശോഭനമായിരുന്നില്ല എന്ന് പാലാക്കാർ പറയുന്നു. 2025 പുതിയ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ പാലായുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പാലായിലെ പ്രമുഖർ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർക്കും വരും ദിവസങ്ങളിൽ ഈ സംവാദത്തിൽ പങ്കുചേരാം. ഏവർക്കും പുതുവർഷ ആശംസകൾ. 2024 പാല ഒരു തിരിഞ്ഞുനോട്ടം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിട്ടയർഡ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥനും പാലായിലെ ഒരു മികച്ച പൊതുപ്രവർത്തനമായ ശ്രീ ജെയ്സൺ മാന്തോട്ടം അവറുകളും പാല കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റും KM മാണി സാറിനോടൊപ്പം നിരവധി വർഷം ചെലവഴിച്ച ശ്രീ ഔസേപ്പച്ചൻ വാളിപ്പിളക്കൽ അവറുകളുമാണ്. ഇരുവർക്കും സ്വാഗതം. എന്താ ജെയ്സ, ഞാൻ ഇന്ന് രാവിലെ പത്രം വായിക്കുകയായിരുന്നു. പത്രത്തിൽ നിറച്ച് പാലായുടെ ഇല്ലായ്മയുടെ വാർത്തകളാണ്. KSRTC ബസ്സുകൾ സർവീസ് നിർത്തുന്നു, അതിന് ഉപരോധ സമരം. റോഡുകൾ പൊട്ടിപ്പൊളിയുന്നു, അതിന് സമരം. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ, കെട്ടിടങ്ങൾ ഒക്കെ കാട് കയറി നശിക്കുന്നു. പാലായ്ക്ക് എന്താണ് 2024 ഒരു വല്ലായ്മയുടെ നാളായിരുന്നു, അത് ഇല്ലായ്മയുടെ നാളായിരുന്നു? എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 5 വർഷം മുമ്പ് തന്നെ പാലായിൽ കാണുന്ന പത്രവാർത്ത എടുത്തു നോക്കിയാൽ പുതിയ പദ്ധതികൾ, പുതിയ പ്രഖ്യാപനങ്ങൾ, പുതിയ നടപടിക്രമങ്ങൾ ഇതെല്ലാം വന്ന ആളുകളൊക്കെ പരിശീലിച്ചു പോയി. ഇപ്പോഴിങ്ങനെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ കുറയുന്നു, യാത്ര ചെയ്തുകൊണ്ടൊരു ബസ് രാവിലെ ഇല്ലാതാകുന്നു. അതുപോലെ മറ്റെല്ലാ തരത്തിലും ഒരു നിശ്ചലാവസ്ഥ രൂപപ്പെടുക. അപ്പം അതിൻ്റെ ഒരു കാരണമുണ്ട്. ജനം ചുമതല ഏൽപ്പിച്ചവർ കാര്യക്ഷമമായി ആ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ ബസ്സിൻ്റെ കാര്യം, പാലക്കാരെന്ന് പറഞ്ഞാൽ 1970കളിൽ ഏറ്റവും ഒരു വലിയ ബസ് സ്റ്റേഷൻ പാലായിലുണ്ടായി. 70കളിൽ ഉണ്ടായപ്പോൾ 101 ബസ്സുമായിട്ടാണ് പാലാ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടാകുന്നത്. പാലക്കാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എത്തിച്ചേരാനുള്ള സൗകര്യം. കുടിയേറ്റ മേഖലകൾ, ഈ മേഖലയിൽ നിന്നെല്ലാം ആളുകൾ മറ്റ് ജില്ലകളിലേക്ക് കുടിയേറി. ആ കുടിയേറിയ ആളുകളുടെ നാട്ടിലെ ജനങ്ങൾക്ക് പാലായുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ, അവർക്ക് അവരുടെ തറവാട്ടിലേക്ക് വരുവാൻ, അന്നേക്കൊന്ന് തിരിച്ചു വരാം, രാവിലെ പോകാം, തിരിച്ചു വരാം. അതുപോലെ കാർഷിക വസ്തുക്കളെല്ലാം അവർ അങ്ങോട്ട് കൊണ്ടുപോയി. റബ്ബർ തൈകളൊക്കെ ഈ ബസ്സിലാണ് അവിടെ എത്തിക്കപ്പെട്ടത്. അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും, മലബാർ പ്രദേശത്തേക്ക് ആദ്യമായിട്ട് KSRTC സർവീസ് ആരംഭിച്ച് പാലാ ഡിപ്പോയിൽ നിന്ന് പാലാവയൽ, പാലാ രാജഗിരി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി സർവീസുകൾ ഉണ്ടായി. പാലാ സുൽത്താൻ ബത്തേരി, ഇങ്ങനെയൊക്കെ ആദ്യകാലത്തിന് 70കളിൽ തന്നെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബസ്സുകളിൽ ഓരോന്നും മാണി സാർ മരിക്കുന്ന വിട പറയുന്ന ഒരു സമയത്ത് 2019 നമുക്ക് പാലായിൽ 104 ബസ്സുണ്ടായിരുന്നു.
അപ്പോൾ ഈ 104 ബസ് ഉണ്ടായിരുന്ന സമയത്ത് 2 ബസ് അധികമാണ്, ജോലിക്കാരില്ല എന്നും പറഞ്ഞ് 2 ബസ് കൊല്ലം ഡിപ്പോയ്ക്ക് മാറ്റി കൊടുത്തു. പുത്തൻ ബസ്സാണ്. ഏറ്റവും കൂടുതൽ സൂപ്പർ ക്ലാസ് സർവീസ് ഉള്ള ഡിപ്പോയാണ് പറയുക. ഏറ്റവും കൂടുതൽ വരുമാനം സൗത്ത് സോണിൽ കിട്ടുന്ന KSRTC ബസ് സ്റ്റേഷനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സുരക്ഷിതമായി യാത്ര ചെയ്യാനിരിക്കുന്ന ഒരു ബസ് സ്റ്റേഷനാണ് പാലായിൽ തന്നെ വിവിധ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുണ്ട്, മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ പിള്ളേർ വരുന്നത് സുരക്ഷിതമായിട്ട് എത്തുന്ന KSRTC ബസ് കയറിയ ഗ്രാമത്തിൽ നിന്ന്, കുടിയേറ്റ ഗ്രാമത്തിൽ നിന്ന്, അമ്പായത്തോട്, കുറ്റിയാടി, ഇങ്ങനെയൊക്കെയുള്ള കുടിയേറ്റ മേഖലകളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായി അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിനായി പാലായിൽ അയക്കുന്നത് ഈ KSRTC ബസ്സിലാണ്. ഇതാ ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുന്നു. ഇപ്പം നിർത്തി ഏതൊക്കെയാണെന്നറിയാമോ? ഇത് കഴിഞ്ഞ ദിവസം പാലാ കൊന്നക്കാട് 10 വർഷമായിട്ട് സർവീസ് ചെയ്യുന്ന കൊന്നക്കാട് സർവീസ് നിർത്തി. കൊന്നക്കാട് സർവീസ് 23-ാം തീയതി തിരിച്ചിവിടെ വന്നപ്പോൾ അടച്ചത് 60,000 രൂപയാണ് പാലാ ഡിപ്പോയിൽ അടച്ചത്. ആ ബസ്സാണ് സീസൺ സമയത്ത് നിർത്തിയത്. പാലാ മാനന്തവാടി സർവീസ് നിർത്തി, പാലാ പഞ്ചിക്കൽ സർവീസ് നിർത്തി, പാലാ പെരിക്കല്ലൂർ നിർത്തി, അങ്ങനെ വിവിധ അമ്പായത്തോട് സർവീസ് നിർത്തി, പാലാ ചെറുപുഴ സർവീസ് നിർത്തി. ഇങ്ങനെ നിർത്തലുകളുടെ കഥയാണ്. ആരും പ്രതിരോധിക്കാനില്ല. ഞാൻ ഇടയ്ക്ക് പ്രതിഷേധം കൊടുക്കും, മന്ത്രിക്ക് പരാതി കൊടുക്കും. പക്ഷേ ഈ പരാതി എല്ലാം കൊടുത്താൽ ഇത് പരിശോധിക്കുന്ന പാലാ ഡിപ്പോ അധികൃതരാണ്. അവർ തന്നെയാണ് നിർത്തല്, അവർ തന്നെയാണ് പരാതി പരിശോധിക്കുന്നത്. അവരൊരു കണക്ക് കാണിക്കും. ഇത് നഷ്ടമാണ്. കൊണ്ടുവന്നവന് വേദനയുണ്ട്, യാത്ര ആവശ്യമുള്ളവനും വേദനയുണ്ട്. പക്ഷേ പ്രതിരോധിക്കേണ്ടവരുണ്ടല്ലോ, ജനപ്രതിനിധികളുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ചർച്ചയല്ല, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ചർച്ച. അവർക്ക് പ്രതിഷേധമില്ല. പിന്നെ ഈ ഞാൻ 2 യോഗത്തിൽ ഇത് കാര്യം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തിട്ടും അതിന് നിശ്ചിതകാലമായ നയമാണ്. എങ്ങനെ ഇവനെ നിർത്താതിരിക്കാനുള്ളത് നോക്കാം, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ ടൈം ഷെഡ്യൂൾ മാറ്റാം, അല്ലെങ്കിൽ റൂട്ട് മാറ്റാം. ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നിർത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പാലാ കൊന്നക്കാട് സർവീസ് നിർത്തി. സാറിന് അറിയാമോ, ആ നിർത്തി അന്ന് 24-ാം തീയതി തൊട്ടില്ല. 24-ാം തീയതി രാവിലെ വരുന്നത് പുതിയ കോൺട്രാക്ട് കാര്യേജ് പെർമിറ്റ് എടുത്ത് 2 എണ്ണം. നമ്മളൊന്ന് നിർത്തിയപ്പോൾ 2 സർവീസാണ് ഫുള്ള് റിസർവേഷൻ സൗകര്യത്തോടു കൂടി അങ്ങ് പോയത്. ജനങ്ങൾ ഇരട്ടി പണം കൊടുത്ത് ആ സർവീസ് യാത്ര ചെയ്യേണ്ട ഗതികേടാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ കിട്ടിയ സൗകര്യമാണ്. അപ്പോൾ ഇത്ര ആളുകൾ പാലായിലെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷാ പരിശീലന കേന്ദ്രത്തിലെല്ലാം 100 കണക്കിന് വിദ്യാർത്ഥികൾ, 1000 കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. ഒരു സീസണിൽ ഒരു അവധിക്കാലത്ത് പാലായിൽ നിന്ന് 100 ബസ്സാണ് പാലായിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് മറ്റ് ജില്ലയിലേക്ക് പോകുന്നത്. അത് നമ്മൾ മറക്കരുത്. അങ്ങനെ ആ ഇക്കണോമിയെ പോലും തകർക്കുക. അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ ഗൗരവമായിട്ട് കണക്കാക്കണ്ടേ. പിന്നെ സാറ് പറഞ്ഞു കെട്ടിടം, സർക്കാർ കെട്ടിടം പഠിക്കുന്നു. വാണി സാറ് 1990-കളിൽ തന്നെ പാലായിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും ഒറ്റ മന്ദിരത്തിൽ കയറി ഇറങ്ങിയൊന്നും മനുഷ്യൻ തപ്പിപ്പിടിച്ചൊന്നും നടക്കണ്ട. അവിടെയും പോയി ഇവിടെയും പോയി വന്നു കഴിഞ്ഞാൽ ഒരു മന്ദിരത്തിൽ കയറിയാൽ എല്ലാ ഓഫീസിലുള്ള സൗകര്യങ്ങളും, വില്ലേജ് കയറാം, താലൂക്ക് കയറാം, RD ഓഫീസിൽ കയറാം, മറ്റ് റവന്യൂ ഓഫീസുകളിൽ, സർവേ ഓഫീസുകളെല്ലാം കയറാം. ഒറ്റ ബിൽഡിങ്ങിൽ വെയിൽ കൊള്ളാതെ കയറി ഇറങ്ങി നടക്കാം. ജീവനക്കാർക്കും നല്ല സന്തോഷത്തോടു കൂടി ഒരു ബിൽഡിങ്ങിൽ ജോലി ചെയ്യാം. കാലത്തിനനുസരിച്ച് മാറ്റം വന്ന് അവിടെ ഫ്രണ്ട് ഓഫീസുകളൊക്കെ വന്നു ഓഫീസിൽ. അപ്പോൾ കൺജസ്റ്റഡായി, അപ്പോൾ തിങ്ങി നിറഞ്ഞ ജോലി ചെയ്യണം. ആവശ്യമായ സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് നെല്ലിയാനി എന്ന് പറയുന്ന സ്ഥലത്ത് കൊട്ടാരമറ്റത്തിനുള്ള 10 രൂപ ബസ് സ്റ്റോപ്പിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ഒരു കെട്ടിടം പടന്നു. 3 നില കെട്ടിടമാണ് വിഭാവനം ചെയ്ത്. അങ്ങനെ മരിക്കുമ്പോൾ 1-ാം നില മനസ്സാർ ഇവിടെ പറയുമ്പോൾ 1-ാം നില പൂർത്തിയാക്കി, ഗ്രൗണ്ട് ഫ്ലോർ പൂർത്തിയാക്കി. അവിടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകട്ടോ എല്ലാവർക്കും വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിന് ഓഫീസുകളും അലോട്ട് ചെയ്തു. വൈദ്യുതി 3 ഫേസ് കണക്ഷനുള്ള വലിച്ചു കൊടുത്തു. പിന്നെ അങ്ങ് എടുത്താൽ മതി. വെള്ളം കൊടുത്തു. കോമ്പൗണ്ട് റെഡിയാക്കി കൊടുത്തു. പക്ഷേ ഈ 5 വർഷമായിട്ട് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. അത് തുറക്കണമെന്ന് ആവശ്യപ്പെടാനില്ല. ഇന്നിപ്പോൾ അവിടെ വന്ന് നോക്കിയേ, മുഴുവൻ വള്ളിപ്പടർപ്പ് കയറിപ്പോയി. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ട്യൂബും ഫാനും അതിനെല്ലാം ഗ്യാരണ്ടി എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതിനാരാ ഇനി പുതിയതായിട്ട് പെയിൻറ്റ് ചെയ്യണം? ഏതെങ്കിലും ബൾബ് ലൈറ്റും ഒക്കെ 5 വർഷം കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഈർപ്പം കയറിയൊക്കെ പോയിട്ടുണ്ട്. അതെല്ലാം മാറ്റി പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള നഷ്ടമാണ്. ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്താണ് പാലാ സബ് ട്രാൻസ്പോർട്ട് ഓഫീസ് ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അത് സർക്കാർ കെട്ടിടം പണിതിട്ട് അവിടെ കിടക്കുന്നു, കൊട്ടാരം പണിതിട്ട് കിടക്കുന്നു, കുടിലിൽ ഇവൻ താമസിക്കുക. എപ്പോഴും അത്തരം നടപടികളാണ്. ആരാണ് ഈ ചുമതല? ആരോട് അത് പറയുന്നത്? നമ്മുടെ റോഡുകൾ, മാണിസാർ ഉണ്ടായിരുന്ന കാലത്ത് റോഡുകളെല്ലാം BMBC നിലവാരത്തിൽ ആദ്യമായിട്ട് കോട്ടയം ജില്ലയിലെ BMBC എന്ന് പറയുന്ന റോഡ് ടാറിങ് സിസ്റ്റം കൊണ്ടുവന്നു. റൈഡിങ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റാണ്. സാർ അത് മനസ്സിലാക്കി എല്ലാത്തിനും അങ്ങനെ അനുമതി നൽകി. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ റോഡുകളെല്ലാം നല്ല ആധുനിക രീതിയിൽ റൈഡിങ് ക്വാളിറ്റി ഉള്ള റോഡുകളായിരുന്നു. ഇപ്പം അത് റീടാറിങ് ഇല്ല, ഓവർലേ ഇല്ല, BC ഓവർലേ ഒന്നും ഇല്ല. അതെല്ലാം പൊളിഞ്ഞ് ദുരിതം വരിക. അപ്പം ജനങ്ങൾക്ക് ഇത് കാണുമ്പം ഒരു മാറ്റമുണ്ടല്ലോ. ഇപ്പം തന്നെ യാത്രായോഗ്യമല്ലെന്ന് പറഞ്ഞ് എത്രയോ പുതിയ റോഡുകൾ വരുന്നില്ല. നമുക്കറിയാം ഒരു MLA എന്ന് പറഞ്ഞാൽ മാണിസാർ തന്നെ ഉണ്ടാക്കി കൊടുത്ത കേട്ടോ. മാണിസാറിനെ കരുണാകരൻ ധനകാര്യമന്ത്രിയായിട്ട് ഇയാൾ അങ്ങനെ ഷോ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വകുപ്പെടുത്തങ്ങ് മാറ്റി. പ്രതിച്ഛായ അങ്ങനെ ഒരാൾ മാത്രം പ്രതിച്ഛായ പോരാ, എല്ലാവർക്കും പ്രതിച്ഛായ ഉണ്ടായ കൊള്ളയില്ലെന്ന് പറഞ്ഞ് ധനകാര്യ വകുപ്പ് ഇങ്ങനെ എടുത്ത് മാറ്റി. മാണിസാറിന് അങ്ങനെ ആ വകുപ്പ്
നേരെ കിട്ടുന്നത് ഇറിഗേഷൻ വകുപ്പാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഫാമനയുള്ളവനും തളയിൽ ആൾത്താമസമുള്ളവനും ഏത് വകുപ്പ് കിട്ടിയാലും മെച്ചപ്പെടുത്താൻ അറിയാമല്ലോ. അങ്ങനെ അത് സാമൂഹിക ജലസേചന പദ്ധതി നടപ്പാക്കി എല്ലായിടത്തും വെള്ളം കുടിവെള്ളം എത്തിക്കുന്ന പരിപാടി. അത് കഴിഞ്ഞ് റവന്യൂ വകുപ്പ് എടുത്തി. റവന്യൂ വകുപ്പിന് പൊതുമരാമത്തിൻ്റെ അധികാരമൊന്നുമില്ല, ഫണ്ട് അങ്ങനത്തെ അലോട്ട്മെൻ്റ് ഒന്നുമില്ല. റവന്യൂ ശേഖരിച്ച് സർക്കാരിന് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് ഫലപ്രദമായി വിനിയോഗിച്ച് സ്വന്തം ജനതയ്ക്ക് ആ വകുപ്പ് കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആദ്യം കണ്ടുപിടിച്ചു. അതായത് വരൾച്ചാ ദുരിതാശ്വാസം, അത് തൊഴിലും കൂടെ കൊടുക്കാൻ വേണ്ടിയാണ്. വരൾച്ചാ ദുരിതാശ്വാസത്തിൽ ഗ്രാമത്തിലെ ഈ ജീപ്പ് റോഡുകൾ, മൺ റോഡുകൾ എല്ലാം ടാർ വെച്ചു. അത് കഴിഞ്ഞ് വേനൽ വന്നപ്പം വരൾച്ചാ ദുരിതാശ്വാസമായി, വെള്ളപ്പൊക്ക ദുരിതാശ്വാസം, ഇങ്ങനെ സ്കീമുകൾ ആരംഭിച്ചു. അങ്ങനെ ഫാമിനുള്ള ജനപ്രതിനിധിക്ക് ഏത് വകുപ്പ് കിട്ടിയാലും സ്വപ്നം വിതയ്ക്കാൻ പറ്റും. ചോദിച്ചോണം എല്ലാം പൂന്തോട്ടം കൊടുത്ത് വിടുക ചെയ്ത്. അങ്ങനെ അനുഭവിച്ച ഒരു നാട്ടിൽ ജീവിച്ചവരാണ് നമ്മൾ. നിങ്ങൾ നോക്കിയേ, മനസാറ് ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് സാന്റിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവിനെ ആട്ടിപ്പായിച്ചേച്ച് അവന് കിട്ടുന്ന അദ്ദേഹത്തിന് മാസപ്പടി മേടിക്കാമായിരുന്നു. മറ്റു രാഷ്ട്രീയക്കാരൊക്കെ ഇന്ന് മാസപ്പടി കണക്കിൽ ലിസ്റ്റിലുള്ള പേരൊക്കെ അറിയാമല്ലോ. മാസപ്പടി മേടിക്കാതെ ആ തുക ലോട്ടറി നടത്തി ജനങ്ങൾക്ക് കൊടുത്തു. പാലക്കാരന് ജലദോഷം വന്നാൽ OP ടിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ OP ടിക്കറ്റ് കാണിച്ചാൽ ഒറ്റത്തവണ ആശ്വാസം അല്ലേ? അവസ്ഥ വെച്ചാൽ 3000 രൂപയല്ലേ കൊടുത്തേ? 3000 രൂപ കൊടുത്തേ. ഇന്ന് അതുണ്ടോ? ലക്ഷക്കണക്കിന് രൂപ, 2 ലക്ഷം രൂപ വരെയാണ് സർജറി വന്നു കഴിഞ്ഞ്. അങ്ങനെ ലക്ഷക്കണക്കിനാണ്. ആ മനുഷ്യനെയാണ് പാലക്കാരും കൂടെ സമരം നടത്തി ഇറക്കി വിടണം, രാജിവെപ്പിക്കണമെന്ന് പറഞ്ഞ്. എന്തൊരു ക്രൂരത ചെയ്തേ! ശരിയാണോ തെറ്റാണോ, ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പറയാതെ അങ്ങേർക്ക് ഒരു കോടതി സമൻസ് അനുസരിച്ചിട്ടില്ല. അങ്ങനെ ഒരു കേസിൽ പ്രതിയുമായിരുന്നില്ല. കേസ് ഉണ്ടോ, ആ കേസിനെ സംബന്ധിച്ചൊരു തർക്കം വന്നു, അത് പരിശോധനയാണോ എന്താണെന്നുള്ളതുള്ളൂ. അല്ലാതെ വേറൊരു ആരോപണം വന്നില്ല. പക്ഷേ പാലക്കാരും കൂടെ ഈ 3000 രൂപ തരുന്ന, ചികിത്സയ്ക്ക് സഹായം തരുന്ന മാണി സാറിനെ ഇറക്കി വിടാൻ വേണ്ടി സമരം പ്രകടനം നടക്കുക. ഒരു ദിവസം മാണി സാറിൻ്റെ കാറിൽ പോയപ്പം ആ വീട്ടിൽ വന്ന് ഈ ഒറ്റത്തവണ സഹായം, ചികിത്സാ സഹായം മേടിച്ച ആളും രാജിവെക്കണമെന്ന് പറഞ്ഞ് പ്രകടനം നടന്നൊരു കാഴ്ചയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു ദിവസം ഇങ്ങനെ സാർ എൻ്റെ അടുത്തൊരു വീട്ടിൽ കല്യാണത്തിന് വന്നപ്പം ഞാൻ വെള്ളം ചുമന്നുകൊണ്ട് വരിക. നീ വെള്ളം ചുമന്നാണ്, എത്ര ദൂരെയാണ് എന്നോട് ചോദിക്കുക. എന്നിട്ട് നിൻ്റെ വെള്ളം ചുമന്ന് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അതുകൊണ്ട് പറഞ്ഞ് വാട്ടർ സപ്ലൈ സ്കീം, വള്ളിച്ചിറ വില്ലേജ് വാട്ടർ സപ്ലൈ സ്കീം അങ്ങനെ മാണി സാർ എനിക്ക് തന്നതാണ്, ആ നാടിന് തന്നതാണ്. ഇങ്ങനെയാണ് ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കേണ്ടത്. ജനപ്രതിനിധി പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു മാനങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സർക്കാരെതിരാണേലും ആരെതിരാണ് ചുമതല ചെയ്യാനുള്ള പ്രാപ്തിയുണ്ടോ, ഒരു പ്രതിബദ്ധതയുണ്ടോ, അത് നേടിയെടുക്കാൻ കഴിയും. അതില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം. ശ്രീ ഔസേപ്പ് ബച്ചൻ, അദ്ദേഹം വളരെ ധാർമ്മിക രോഷങ്ങളുള്ള ഒരു പാലക്കാരൻ്റെ സാധാരണക്കാരൻ്റെ എല്ലാ വികാരങ്ങളും അദ്ദേഹം ഈ ദിവസങ്ങളിൽ പ്രകടിപ്പിക്കുകയാണ്. ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങ് ഇവിടുത്തെ കാർഷിക വികസന ബാങ്ക് പ്രസിഡൻ്റാണല്ലോ. അങ്ങ് ഈ നമുക്കറിയാം മീനച്ചി താലൂക്ക്, പാലമൊക്കെ ഒരു കാർഷിക മേഖലയാണ്. 2024 ആ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? പാലയ്ക്ക് നഷ്ടങ്ങളുടെ കണക്കുകളാണ് ഇതുപോലെ പറയാനുള്ളത്? തീർച്ചയായിട്ടും ജെയ്സൺ ഇവിടെ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. പാലായുടെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും മാണി സാറിന് മുമ്പും മാണി സാറിന് ശേഷവും ഒപ്പവും ആ രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. മാണി സാറ് ദീർഘകാലം പാലായിലെ ജനപ്രതിനിധിയായിരുന്നു. ആ സമയത്ത് ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതിനുശേഷം മാണി സാറിന് ശേഷം വന്നിരിക്കുന്ന ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് കാണുന്നതാണ്. ആ രീതിയിൽ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങളാണ് ജെയ്സൺ ഇവിടെ വിശദമായിട്ട് പറഞ്ഞത്. ഞാൻ ദീർഘകാലം ഏതാണ്ട് 20 വർഷക്കാലം മാണി സാറിനോടൊപ്പം, അദ്ദേഹത്തോടൊപ്പം ഒരു നിഴൽ എന്നതുപോലെ പ്രവർത്തിച്ചയാളാണ്. അപ്പോൾ ഒരു പദ്ധതി എങ്ങനെയാണ് തൻ്റെ നാട്ടിലെ തൻ്റെ പ്രജകൾക്ക് അല്ലെങ്കിൽ തൻ്റെ വോട്ടർമാർക്ക് ഒരു പദ്ധതി കൊണ്ടുവന്ന് അതെങ്ങനെയാണ് നടപ്പാക്കി കൊടുക്കുന്നത് എന്ന് വലിയ മാതൃക കാണിച്ചയാളാണ് മാണി സാർ, അല്ലേ? വലിയ മാതൃകയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അത് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാലും 1-ാം നമ്പർ നിയോജക മണ്ഡലം, എല്ലാ കാര്യത്തിലും വികസന രംഗത്ത് 1-ാം നമ്പർ നിയോജക മണ്ഡലമായിരുന്നു. നമ്മളൊരു വികസനം കൊണ്ടുവരുമ്പോൾ അതിന് ഒട്ടേറെ, നമ്മളൊരു വികസനം കൊണ്ടുവന്നത് യാഥാർത്ഥ്യമാക്കി കഴിയുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയും. പക്ഷേ അതിന് പിന്നിൽ നടത്തിയ പോരാട്ടങ്ങൾ, എഫേർട്ട് എത്ര വലുതാണെന്ന് നമ്മൾ കാണണം. ഇപ്പം പാലായിലെ സിന്തറ്റിക് ട്രാക്കോടുകൂടിയ സ്റ്റേഡിയം, മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിന്തറ്റിക് ട്രാക്കോടുകൂടിയ സ്റ്റേഡിയമാണ് പാലായിൽ കൊണ്ടുവന്നത്. അതെ, മുഖ്യമന്ത്രിയുള്ള നിയോജകമണ്ഡലത്തിൽ സമീപ ജില്ലകളിലൊക്കെ എടുത്ത് പരിശോധിക്കുക. ആ സിന്തറ്റിക് ട്രാക്കോടുകൂടിയ സുന്ദരമായ ഒരു സ്റ്റേഡിയം പാലായിലേക്ക് കൊണ്ടുവന്നു. ഏതാണ്ട് 22 കോടി രൂപ, എനിക്ക് തോന്നുന്നു 22 കോടി രൂപ മുതൽ മുടക്കിയാണ് അത്ര സുന്ദരമായ ഒരു സ്റ്റേഡിയം ഇവിടെ സ്ഥാപിച്ചത്. ഇന്ന് മറ്റു ജില്ലകളിൽ നിന്ന് സംസ്ഥാന കായികമേളകൾ ഉൾപ്പെടെ ഇന്ന് നടക്കുകയാണ്. അപ്പോൾ അത് കൊണ്ടുവരുന്നപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, അത് സിന്തറ്റിക് ട്രാക്കോടുകൂടിയ സുന്ദരമായ ഒരു സ്റ്റേഡിയം ഇവിടെ വന്നു. എന്നും അവിടെ കായിക മത്സരങ്ങൾ നടക്കുക, നിരവധി കായിക മത്സരങ്ങൾ, ജനങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ എല്ലാവരും പുറത്തു നിന്ന്
ഈ സ്റ്റേഡിയത്തിന് പുറത്ത് നിന്ന് മത്സരം വീക്ഷിക്കുക. അപ്പോൾ പാലായിലെ കായിക പ്രേമികളെല്ലാം കൂടെ, അതിൻ്റെ ഭാരവാഹികൾ, ഒരുപാട് അവരെല്ലാം കൂടെ മാണി സാറിനെ വന്നുകൊണ്ട്, സാറേ സ്റ്റേഡിയം നന്നായിരിക്കുന്നു, എന്നും നമ്മൾ ഉദ്ദേശിച്ചതിൽക്കാൾ കൂടുതൽ എന്നും അവിടെ മത്സരങ്ങൾ എല്ലാം നടക്കുക, പക്ഷേ വലിയൊരു പ്രയാസമുണ്ട്. സാറേ ചോദിച്ചാൽ എന്താ പ്രയാസം എന്ന് പറയുന്നത്? എല്ലാവരും നിന്നുകൊണ്ടേ നമുക്ക് ഈ മത്സരം വീക്ഷിക്കാൻ കഴിയുള്ളൂ. നമുക്കൊരു ഗാലറി അതുണ്ടാക്കണം. സാറ് പറഞ്ഞ ഗാലറി എങ്ങനെയാണ്? അത് ചെറിയ കാര്യമല്ലല്ലോ, എത്ര വലിയ കോടികൾ മുടക്കണ്ടേ? അതല്ല സാറ് നോക്കിയാൽ അത് നടക്കും. പാലായിലെ അതിൻ്റെ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ കായിക പ്രേമികളെല്ലാവരും കൂടെ വന്നു. അപ്പോൾ സാറ് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ വിട്ടു. സാറ് പിന്നെ അതേക്കുറിച്ച് ആലോചിച്ചു. പലരുമായിട്ട് ഈ കായിക മേഖലയിലുള്ളവർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരുമായിട്ട് ആലോചിച്ചപ്പോൾ അതിനൊരു പദ്ധതി തയ്യാറാക്കി. സാർ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന്, മാണി സാറിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചു. അതുപോലെ തന്നെ അവിടെ ഒരു ടോയ്ലറ്റ് സമുച്ചയം അതുണ്ടാകണം, അതിന് 25 ലക്ഷം രൂപ. അങ്ങനെ 2,25 ലക്ഷം രൂപ പാലാ മുനിസിപ്പാലിറ്റിയിലെ അതെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെയൊക്കെ കൂടെ നിന്നതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ 2,25 ലക്ഷം രൂപ അനുവദിച്ച് പാലായിൽ ആ സ്റ്റേഡിയത്തിന് ഗാലറിയും അതുപോലെ തന്നെ ടോയ്ലറ്റ് കോംപ്ലക്സും അത് പണിയാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അതിൻ്റെ ലെറ്റർ കളക്ടർക്ക് കൊടുത്തു. ഗവൺമെൻറ്റിൽ ചെന്നപ്പോൾ നമുക്ക് കളക്ടറുടെ കയ്യിൽ നിന്ന് അത് റിജക്റ്റ് ചെയ്തുകൊണ്ട് അവർ ഓർഡർ വന്നത്. അപ്പോൾ കളക്ടർ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഓർഡർ വന്നപ്പോൾ അതിനകത്ത് പറയുന്നത് നോംസ് അനുസരിച്ച്, അതായത് നമ്മുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിന് ഗവൺമെൻറ് പിന്നെ അത് ഫിനാൻസിൻ്റെ നോഡൽ സെല്ലാണ്. അപ്പോൾ അവിടുന്ന് കുറേ നോംസ് ഉണ്ട്, ഇന്ന വർക്കുകൾക്ക് വിനിയോഗിക്കാവുള്ളൂ, ഇന്ന രീതിയിൽ വേണം, അതിന് ഒട്ടേറെ നോംസ് ഉണ്ട്. ഈ നോംസ് വെച്ച് അത് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡറാണ് വന്നത്. അപ്പോൾ സാറ് എന്താ ചെയ്യുന്നത്? സാർ പറഞ്ഞ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി. തിരുവനന്തപുരത്ത് പോയി തോമസ് ഐസക്, ധനകാര്യമന്ത്രിയാണ്, തോമസ് ഐസക്കിനെ റൂമിൽ പോയിക്കൊണ്ട് ഓഫീസിൽ ചെന്നുകൊണ്ട് മാണി സാറ് നിവേദനമായിട്ട് തോമസ് ഐസക്കിൻ്റെ അടുത്ത് മന്ത്രി പെട്ടെന്ന് സാറെന്തിനാ വന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ പോരെ. അതല്ല, സാർ അവിടെ ഇരുന്ന് അതിൻ്റെ വിഷയങ്ങൾ സംസാരിച്ച്, ഇത് നമ്മുടെ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ്, അവിടെ ഒരു ഗാലറി അനിവാര്യമാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ചെടുത്തപ്പോൾ ഞാൻ പരിശോധിക്കാം സാറേ, സാറ് പറഞ്ഞൊരു കാര്യമല്ലേ, പരിശോധിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിർത്തിയില്ല. ധനകാര്യ സെക്രട്ടറിയെ അപ്പോഴേ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഏറെ താമസിയാതെ സ്പെഷ്യൽ ഓർഡർ പാലായിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഗാലറി നിർമ്മിക്കുന്നതിന് സ്പെഷ്യൽ ഓർഡറാണ്, ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഓർഡർ കിട്ടി. ഈ സ്പെഷ്യൽ ഓർഡറുമായിട്ടാണ് പിന്നീട് മറ്റ് നടപടികൾ. ഇപ്പം നമുക്കറിയാം, വലിയൊരു ഗാലറി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്, മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണും. ഇതിനെതിരെ ഒത്തിരി എഫേർട്ടുകൾ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചാലും ഒത്തിരി എഫേർട്ടുകളുണ്ട്. ഇതിൻ്റെ DPR തയ്യാറാകണം, അതിൻ്റെ ഫീസിബിലിറ്റി സാധ്യതാ പഠനം നടത്തണം, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണണം, എന്താണെന്ന് ഇറിഗേഷൻ കാണണം, പോലീസ് കാണണം, ഫയർ ആൻഡ് സെക്യൂരിറ്റി, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഈ ഫയൽ പോകണം. അവരുടെ എല്ലാ റിപ്പോർട്ട് ഒക്കെ വേണം. അതൊക്കെ അപ്പോൾ അവരെ സമയാസമയങ്ങൾ അവരുടെ മീറ്റിങ്ങിൽ വിളിച്ച് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് ആ രീതിയിലാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗം അത് മുന്നോട്ട് പോയ അവസരത്തിലാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മാണി സാറ് പിന്നെ 2019 ഏപ്രിൽ 9-ാം തീയതി മരണപ്പെട്ടപ്പോൾ ഇതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഏതാണ്ട് ഗവൺമെൻറ് സ്പെഷ്യൽ ഓർഡർ ഉൾപ്പെടെ അതിൻ്റെ ബാക്കി വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയൽ മൂവില അല്ല, ഇത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം വന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നിർഭാഗ്യവശാൽ സാറ് മരണപ്പെട്ടു പോയത്. അപ്പോൾ അതവിടെ നിന്നു. പുതുതായിട്ട് MLA പാലായിൽ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ MLA തിരഞ്ഞെടുക്കപ്പെട്ടു. കൃത്യം 6-ാം മാസം, മാണി സാർ മരിച്ചതൊരു 9-ാം തീയതി ഏപ്രിലാണ്. പുതിയ MLA ചാർജ് എടുത്തത് ഒക്ടോബർ 9-ാം തീയതി. കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ പാലായ്ക്ക് പുതിയ MLA ഉണ്ടായി. അദ്ദേഹം MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. വളരെ ദുഃഖകരമായ ഒരു കാര്യം, 2 മാസത്തിന് ശേഷം അതായത് അദ്ദേഹം MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് 2 മാസത്തിനകം പാലായിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ്. അത് ഒരു കേട്ടുകേൾവില്ലാത്തൊരു കാര്യം. ഒരു വർക്ക്, അത് പാലക്കാർ മുഴുവൻ ആഗ്രഹിക്കുന്ന, പാലക്കാരുടെ മുഴുവൻ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് വലിയൊരു വർക്കിന് വേണ്ടി അത്രയും എഫേർട്ട് എടുത്ത് അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്ന അവസരത്തിൽ പുതിയ MLA വന്നപ്പോൾ അത് നിർത്തിവെക്കാൻ നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പാലായോട് കാണിച്ച ഇതിലും വലിയൊരു ക്രൂരതയുണ്ടോ?
അത് എനിക്ക് തോന്നുന്നു ഒരു നിയോജക മണ്ഡലത്തിലും ഇതുപോലെ ചിലപ്പോൾ പിന്നെ MLA മരണപ്പെടുകയോ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ രാജിവെക്കേണ്ടി വരികയോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ MLA-മാർ മാറിയാലും വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയല്ലേ, അതൊരു തുടർച്ചയായിട്ട് നടന്നുകൊണ്ട ഒരു പ്രോസസ്സല്ലേ. അപ്പോൾ അത് നിർത്തിവെക്കാൻ നിർദ്ദേശം കൊടുത്തു. എനിക്ക് തോന്നുന്നു അത് ഇനി അങ്ങോട്ട് മുന്നോട്ട് മാണി സാറിൻ്റെ പേര് പാലായിൽ ഉയർന്നു കേൾക്കേണ്ട എന്നുള്ള ആഗ്രഹമായിരിക്കാം, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ആരും ചെയ്യും, ഏത് നിയമമണ്ഡലത്തിലും, അത് രാഷ്ട്രീയത്തിന് ആരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും അല്ല, വലിയൊരു നഷ്ടമല്ലേ. ഈ 2.5 കോടി 2.25 കോടി രൂപ പിന്നെ എന്ത് ചെയ്തു നമുക്കറിയത്തില്ല. പാലായിലെ കണ്ടോ, സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വികസനം വന്നതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ അന്ന് കിട്ടിയ ആ തുകയൊക്കെ എന്ത് ചെയ്തു? 5 കോടി രൂപയാണ് ഒരു വർഷം MLA-ക്ക് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ കഴിയുന്ന 5 കോടി രൂപയാണ്. അത് ധനകാര്യമന്ത്രിയായപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ആ ആസ്തി വികസനം. അതെ, മാണി സാറ് മാത്രം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ MLA-മാർക്ക് 5 കോടി രൂപ അവരുടെ സ്വതന്ത്രമായി അവരുടെ MP-മാർക്കൊക്കെ ഉള്ളതുപോലെ അല്ല, MLA ഫണ്ട് വേറെ ഉണ്ട്. പ്രാദേശിക വികസന ഫണ്ട് 5 കോടി രൂപ, അതോടൊപ്പം തന്നെ ആസ്തി വികസന ഫണ്ട്. അപ്പോൾ ഇത് MLA-മാർക്ക് യഥേഷ്ടം അവരുടെ നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കാൻ, അവരുടെ ഇഷ്ടം യഥേഷ്ടം ചെലവഴിക്കാൻ ചെയ്യാവുന്ന ഒരു കാര്യം. അത് എല്ലാ MLA-മാരും വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതാണ്. കാരണം അതിന് വലിയ എഫേർട്ട് വേണ്ട, ആ തുക ഫിക്സഡ് ആണ്, നമുക്ക് തന്നിരിക്കുകയാണ്, നമ്മളിലേക്ക് സ്വതന്ത്രമായിട്ട് സാധ്യത. അതായത് അത് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ മേടിക്കേണ്ട ഒരു തുകയല്ല. അതിന്റെ തീർച്ചയായിട്ടും തുടരുകയാണ്. ശരിക്കും ഈ ആസ്തി വികസന ഫണ്ടൊക്കെ ചെലവഴിക്കാൻ അത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ MLA ഫണ്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ 2 ക്ലർക്കിന്റെ ആവശ്യമുള്ളൂ. കാരണം അത് നമുക്ക് അനുവദിക്കപ്പെട്ടല്ലോ. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ അത് വിനിയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെയാണ്. MLA ഫണ്ടും ആസ്തി വികസന ഫണ്ടും MLA-മാർക്ക് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ എല്ലാ വർഷവും നൽകുന്നതാണ്. അതിനെ അത് സ്യൂട്ടബിൾ ആയിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത്തരത്തിൽ അത് പാലായിൽ അങ്ങനെ ഒരു വികസനം വേണ്ട, അല്ലെങ്കിൽ മാണി സാർ തുടങ്ങി വെച്ച പദ്ധതികൾ ഇനി വേണ്ട എന്നൊരു ചിന്തയാണോ അതിന് പിന്നിൽ എന്നറിയില്ല. ഏതായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിന് ആ ഫണ്ട് എതിലേ പോയെന്ന് നമുക്കറിയില്ല, എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നറിയില്ല. അത് വളരെ നിരാശാജനകമായ ഒരു കാര്യം. അതുമാത്രമല്ല, ഞാൻ ഇത് പറഞ്ഞത് മാത്രമല്ല, നമ്മൾ ഒന്ന് എടുത്തു നോക്കൂ, ഈ സ്വിച്ച് ഇട്ടതുപോലെയാണ് പാലായിലെ വികസനം നിന്നുപോയത്. മാണിസാറിന്റെ മരണത്തോടുകൂടി സ്വിച്ച് ഇട്ടതുപോലെ നിന്നുപോയി. കളരിയാമാക്കൽ കടവ് പാലം, എന്താ കളരിയാമാക്കൽ കടവ് പാലം? ഇപ്പൊ MLA പലപ്പോഴും പറയുന്നുണ്ട് കളരിയാമാക്കൽ കടവ് പാലം അപ്രോച്ച് റോഡ് ഇല്ലാതെ അല്ലേ, അപ്രോച്ച് റോഡ് ഇല്ലാതെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. എന്തിനാണ് അങ്ങനെ വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു വികസനം എങ്ങനെയാ, നമ്മളൊരു വികസനത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. കളരിയാമാക്കൽ കടവ് പാലം 6,000 എനിക്ക് തോന്നുന്നു 6.5 കോടി രൂപയോളം വിനിയോഗിച്ച് പൂർത്തിയാക്കിയതാണ്. അതിന് 2 ഉദ്ദേശങ്ങളാണ്, ബ്രിഡ്ജ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ചെക്ക് ഡാം കം ബ്രിഡ്ജാണ്. ഈ ചെക്ക് ഡാം കൊണ്ടാണ് മീനച്ചിലാറ്റിൽ, പാലാ മുനിസിപ്പാലിറ്റിയിൽ, ഭരണങ്ങാനം പഞ്ചായത്തിൽ, അതുപോലെ തന്നെ മീനച്ചിൽ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് വീടുകളിൽ കുടിവെള്ളം വേനൽക്കാലത്ത് യഥേഷ്ടം എത്തുന്നത് ഈ ചെക്ക് ഡാമിന്റെ പ്രയോജനം കൊണ്ടാണ്. അതോടൊപ്പം തീർത്ത ചെക്ക് ഡാമിന്റെ പ്രയോജനം കൊണ്ടാണ്. നിരവധി കുടിവെള്ള പദ്ധതികളാണ്, 100 കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികളാണ് ഇരുകരകളിലുമായിട്ട് ഭരണങ്ങാനവും മീനച്ചിലും അതുപോലെ തന്നെ പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വേനൽക്കാലത്ത് സുഭിക്ഷമായിട്ട് ജലം ലഭിക്കുന്നത് ഈ ചെക്ക് ഡാമിന്റെ പ്രയോജനം കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രയോജനം അതാണ്, ഈ ചെക്ക് ഡാമിന്റെ പ്രയോജനം ഒന്നതാണ്. 2 ബ്രിഡ്ജാണ്. ശരിയാണ്, ഇപ്പോൾ അത് പിന്നെ നമുക്ക് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത് എങ്ങനെയാ? പദ്ധതി വരുമ്പോൾ നമ്മൾ മുഴുവൻ ചെയ്തു കഴിഞ്ഞിട്ടല്ലല്ലോ, മുഴുവൻ 100% ഓക്കെ ആയി കഴിഞ്ഞല്ല തുക അനുവദിച്ച് അതിന്റെ നടപടികൾ. അത് എനിക്ക് തോന്നുന്നു ഈ കളരിയാമാക്കൽ ചെക്ക് ഡാം മാണി സാറ് ജലസേചന വകുപ്പിൽ നിന്ന് ഫണ്ട്, അത് കേരളത്തിൽ മറ്റ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ജലസേചന വകുപ്പിലെ ഫണ്ട് ഉപയോഗിച്ച്, ജലസേചന വകുപ്പിന്റെ കീഴിൽ, ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചെക്ക് ഡാം കം ബ്രിഡ്ജ് ഇവിടെ പൂർത്തിയാക്കിയത്. അപ്പോൾ ഈ പാലം അതിന് അവസരം വന്നപ്പോൾ പാലം നിർമ്മിച്ചു. അതിൻ്റെ ഇരുകരകളിലുമുള്ള സ്ഥലമെടുപ്പുമായിട്ട് മറ്റ് ചില തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങളൊക്കെ നീക്കുന്നതിന് വേണ്ടിയുള്ള, അതിനാണല്ലോ നമ്മൾ ജനപ്രതിനിധി. അത് മാണിസാറുള്ളപ്പോൾ മാണിസാർ എങ്ങനെയായി ഈ പദ്ധതികളെല്ലാം കൊണ്ടുവന്നത്? ഇവിടെ 4.5 കിലോമീറ്ററോളം വരുന്ന ബൈപ്പാസ് റോഡ് എത്രയോ 100 കണക്കിന് ആൾക്കാരുടെ വസ്തു ഏറ്റെടുത്തോണ്ടല്ലേ അത് നടത്തിയത്. അത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അത് മുഴുവൻ മേടിച്ച് മുഴുവൻ പക്കാക്കി വെച്ചുകൊണ്ടാണോ അതിന് ഫണ്ട് അനുവദിച്ചല്ലോ? അതിന് ഫണ്ട് അനുവദിച്ചു, അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോയി, ASI TSI ടെൻഡർ ചെയ്തു, ബാക്കി നടപടികളിലേക്ക് പോയി. തടസ്സങ്ങൾ ഒട്ടേറെ ഉണ്ടായി. അവരെ നേരിട്ട് കണ്ടു, ചർച്ച നടത്തി, അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുത്തു.
അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെ പലതരത്തിലാണ് നമ്മൾ വികസനം കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് കളരിയാൻമാക്കൽ കടവ് പാലം നിർമ്മാണം പൂർത്തിയായി, അതിനുണ്ടായ ചില തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാണി സാറ് പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. അതിനുശേഷം ഒരു സ്റ്റെപ്പ് അതിനുശേഷം എടുക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്റ്റെപ്പ് നടപടി പോലും അതിനുശേഷം എടുക്കാൻ കഴിഞ്ഞില്ല. അറിയേണ്ട കാര്യം ഇപ്പം ഉണ്ടായിരിക്കുന്ന വിവാദം എന്നതാ, അതിന് അപ്രോച്ച് റോഡ് ഇല്ല. സർക്കാർ മുഴുവൻ തുകയും അപ്രോച്ച് റോഡല്ല, 2 അപ്രോച്ച് റോഡ് ഉണ്ടാകാനുള്ള തുകയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. എവിടെ മാറ്റിവെച്ചു? മാണി സാർ അങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ റിംഗ് റോഡിന്റെ 2ാം ഘട്ട പ്രൊജക്ടിലാണ് ഈ കളരിയാമക്കൽ പാലം ഉൾപ്പെടുന്നത്. ഈ കളരിയാമക്കൽ പാലത്തിന്റെ പ്രത്യേകതയുണ്ട്. 2011-2015 കാലഘട്ടത്തിൽ പാലാ നഗരത്തിലെ മുഴുവൻ പാലങ്ങൾ ഇരട്ടപ്പാലങ്ങളാണ്. അത് തൊടുപുഴ ചെന്നാൽ കാണിയല്ല, പുതുപ്പള്ളി ചെന്നാൽ കാണിയല്ല. മാണിസാറിന്റെ വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നത്, പാലാക്ക് 2 മോതിരം ഇടുന്നാ പറഞ്ഞത്. അതുപോലെ ഈ ഫർണിങ്ങാനി ഏരിയയിൽ 2 പുതിയ പാലം ഉണ്ടായി. വിലങ്ങുവാറക്കടവ് എന്ന് പറഞ്ഞൊരു പാലം നിലവിലുണ്ട്. പട്ടോളിക്കടവ് എന്ന് പാലം പറഞ്ഞ് പുതിയൊരു പാലം പണിതു. തറപ്പേക്കടവ് എന്നൊരു പാലം പണിതു. അപ്പൊ പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് മറ്റൊരു പാലം പണിയാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന അത് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന് കണ്ടെടുത്ത ഒരു സൂത്ര വഴിയാണ് ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ട് ചെക്ക് ഡാമിന് അനുമതി കൊടുത്തപ്പം ചെക്ക് ഡാം കം ബ്രിഡ്ജ്. അപ്പൊ ഏതെങ്കിലും റോഡിന്റെ ഭാഗമായിരുന്നോ എന്നൊരു ചോദ്യം ഉണ്ട്. ഒരു റോഡിന്റെ ഭാഗമല്ല. ഭാവി പാലായിക്ക് എങ്ങനെ അവനെ പ്രയോജനപ്പെടുത്താം ആ സംരംഭം. മറ്റ് 2 പാലം കൂടെ മാണി സാർ പറഞ്ഞാൽ കൊടുത്തായിരുന്നു. ഒന്ന് അസീസി കടവെന്ന സ്ഥലത്ത്, കൂറ്റന കടവെന്ന സ്ഥലത്ത് ഞാൻ എന്നെ പൊതുമരാമത്തി പോലും അതിന്റെ എസ്റ്റിമേറ്റ് കൊടുക്കാൻ കൂടി ഒരാളാണ്. 2ാമത് മുരിക്കുംപട, അതായത് പാലാ സ്റ്റേഡിയത്തിന്റെ അവിടുന്ന് 6 അക്കരയ്ക്ക് 2 അപ്രോച്ച് ഇല്ല, സ്വകാര്യ ഭൂമി വേണം. അതാണ് അതിന്റെ തർക്കം വന്നത്. അല്ലെ ആ 2 പാലം കൂടെ ഉണ്ടായി പോരാനെ. അന്നേരം ഇന്ന് ഈ വിമർശകർ ചോദിച്ചേനെ എന്തിനാ ഇയാൾ ഈ പാലം എല്ലാം പറഞ്ഞിട്ട് എന്ന് ചോദിച്ചേനെ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പാലാ നിയോജകമണ്ഡലത്തിന്റെ നമ്മൾ ഈ മീനിച്ചിനാറിന്റെ അവിടുന്ന് ലെങ്ത് എടുത്താൽ അരുവത്ര കോളേജ് തൊട്ട് പാലാ നിയോജകമണ്ഡലം തുടങ്ങും. അതങ്ങ് ചേർപ്പങ്കൽ വരെയാണ്. അതെ. അല്ല, അവിടെ മുതൽ 12 കിലോമീറ്ററിനിടയ്ക്ക് 10 പാലങ്ങളാണ്. ഒരുപക്ഷെ കേരളത്തിലല്ല, മറ്റേതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ പല പ്രാവശ്യമായിട്ട് മാറി എന്നുള്ളത് ശരി തന്നെയാണ്. അങ്ങനെയാണ്. അപ്പം ഈ തുക ഈ 13 കോടി രൂപ റിംഗ് റോഡിന്റെ 1ാം ഘട്ടത്തിൽ അനുവദിച്ചതിന്റെ തുക ബാക്കി മുഴുവൻ സർക്കാർ LDF സർക്കാർ വന്നപ്പോഴും അത് അങ്ങോട്ട് തന്നെയാണ് മാറ്റുന്നത്. 2ാം ഘട്ടത്തിലേക്ക് അതിന്റെ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ അതിന് പൈസ വരെ അടച്ചു. സ്ഥലം ഏറ്റെടുക്കാൻ റവന്യൂവിന് പണം അടച്ചു, പൊതുമരാമത്ത്, അങ്ങനെ എല്ലാ സ്റ്റെപ്പും നോക്കുന്നു. പിന്നെ ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ അലൈൻമെന്റ് ചില മാറ്റങ്ങളുണ്ടാവും. ചിലരുടെ ചിലപ്പം 1 സെന്റ് ആയിരിക്കും പോകുന്നത്, ചിലരുടെ 1 മീറ്റർ ആയിരിക്കും പോകണം. പക്ഷെ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരണം. ഈ സ്ഥലം ഏറ്റെടുപ്പിൽ ഇതിന്റെ സർവേ നമ്പർ വരണം. അങ്ങനെ ഞങ്ങൾ ഈയിടെ ഒരു പരാതി കൊടുത്തപ്പോൾ റവന്യൂ വകുപ്പ് കണ്ട് 2 പേരുടെ ഓരോ മീറ്റർ സ്ഥലത്ത് കയറി പോകുന്നുണ്ട്, ഓരോ സർവേ നമ്പർ. അതും കൂടെ കൂടി റിവൈസ് ചെയ്ത് വീണ്ടും റവന്യൂവിന് കൊടുത്തിരിക്കുക. വിജ്ഞാപനം ഇറക്കിയാൽ മതി. എൻ്റെ ഓഫീസിലൊന്ന് പോയി എൻ്റെ ഫയലൊന്ന് മൂവ് ചെയ്താൽ അത് നടക്കും. അത് 2 ഘട്ടമായിട്ടാണ് അപ്പം നടത്തുന്നത്. 13 കോടി രൂപ കാലം പോയതുകൊണ്ട് എസ്റ്റിമേറ്റ് തുക കൂടി. അപ്പോൾ ആ 13 കോടി രൂപ വെച്ച് കളരിയാമക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ഭൂമി ഏറ്റെടുക്കാനും അപ്രോച്ച് റോഡ് നിർമ്മിക്കാനും എന്നിട്ട് പണം മെച്ചം വരും. ബാക്കി തുടക്കം, അതായത് 12ാം മൈലിൽ നിന്ന് റിംഗ് റോഡിന്റെ 2ാം ഘട്ടത്തിന്റെ ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ഭാഗം റോഡ് ഫണ്ട് ബോർഡിന്റെ നടപടിക്രമങ്ങളാണ്. അവരാണ് അത് നിർമ്മിക്കുന്നത്. അതിനുള്ള DPR ഹിപ്പി ഫണ്ട് ഉപയോഗിച്ച് നേടാൻ വേണ്ടിയുള്ള DPR നടത്തുക. ആ നാട്ടിലെ ജനം മുഴുവൻ, കാരണം പലരും അവരെ പ്രകോപിപ്പിച്ചു, പക്ഷെ മുഴുവൻ പേരും സ്ഥലം വിട്ടുകൊടുക്കാൻ, അഡ്വാൻസ് പൊസിഷൻ വിട്ടുകൊടുക്കാൻ തയ്യാറായി. അവർക്കത് വന്നേ തീരൂ. അപ്പം ഉണ്ടായൊരു വിഷയം എന്താ വെച്ചാൽ 2 ചില ഡിപ്പുണ്ട്, ഒരു കുഴിയുണ്ട്, അത് ബ്രിഡ്ജായിട്ട് പണിയാൻ വേണ്ടിയാണ് പുതിയ നടപടിക്രമം. അങ്ങനെ കാലതാമസങ്ങളുണ്ട്. ഓരോന്നിനും വേണ്ട രീതിയിൽ ആദ്യമായ ഒരു രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് അത് ആവശ്യമാണ്. അപ്പൊ അതിനുള്ള നടപടിയാണ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് നാട്ടുകാർ പിന്നെ ജോസ് കെ മാണിയെ പോയി കണ്ടു. ആദ്യകാലത്തൊരു വലിയ പ്രതിഷേധം ഉണ്ടായി. MLA-യുടെ അധികാരം MP കയ്യേറുന്നു. നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ട്, കാണി പത്രത്താളുകളുണ്ട്. ഈ മലയാള മനോരമ പത്രം തന്നെ വന്ന കാര്യം മറ്റു പത്രത്തിലെല്ലാം വന്നു. അങ്ങനെയാണ് ഇത്. അന്ന് ആരെങ്കിലും നടത്തിക്കോട്ടെ, ഇപ്പൊ ആര് തുടർന്നാലും നാടിനല്ലേ വികസനം വേണമല്ലോ. അത് അവസാനം തന്നെ അങ്ങേര് തന്നെ അത് ഏറ്റെടുത്തു. അത് മേടിച്ചു തരും. ആ റോഡ് പൂർത്തിയാക്കാനുള്ള നടപടി ഉണ്ടാവും, അതിന് തുകയുണ്ടാവും, കളരിയാമക്കലും സജ്ജമാകും. പിന്നെ നിങ്ങളൊന്ന് ഓർക്കണം, സാറേ എന്ന് ഓർത്തേ, നമുക്കൊരു MLA-ക്ക് ആസ്തി വികസന ഫണ്ടും പ്രാദേശിക വികസന ഫണ്ടും ഇതെല്ലാം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ബഡ്ജറ്റ് അലോക്കേഷനിലുള്ള പണമുണ്ട്. എത്രയോ പാലം വേണേ എവിടെയെല്ലാം വെക്കാം. ഒരു പാലം ഉണ്ടായോ? ഒരു പാലത്തിന് ശുപാർശ ഉണ്ടായോ? ശുപാർശ പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് വെച്ചൊരു രാഷ്ട്രീയ കളിയാണ് നടക്കുന്നത്. ജനങ്ങളെ വിലവെച്ചു നടക്കുന്നില്ല, തടസ്സപ്പെടുത്തുന്നു. ഒരു തടസ്സപ്പെടുത്തലും ഇല്ല. ഇതാർക്കും ചെയ്താൽ പറ്റും. ഞാൻ ഈയിടെ നേരത്തെ പറഞ്ഞില്ല, നെല്ലിയാനി സിവിൽ സ്റ്റേഷൻ അനക്സ്, അതിങ്ങനെ ആരും ജനപ്രതി ഇല്ലായിട്ട് ഞാൻ തന്നെ ഒരു പെറ്റീഷൻ എഴുതി. ഇതയുടെ പരാതി അദാലത്ത് മന്ത്രി റോഷി ഹസനും VM വാസവനും കൂടെ വന്നു. ഞാനൊരു പരാതി എഴുതി കൊടുത്തു, തുറക്കുന്നില്ല, ഇങ്ങനെ ഇട്ടിട്ട് കാർഡ് കയറി പോവാന്ന്. അന്നേരം കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. കളക്ടർ എന്നെയും കൂടെ ഇരുന്ന എല്ലാ വകുപ്പുകളെയും വിളിച്ചു കൊടുക്കുക. എന്താണ് തടസ്സം? ഒരു തടസ്സവും ഇല്ല. അപ്പം പെട്ടെന്ന് കറണ്ട് കൊടുക്കണമെന്ന് KSB-ക്കാരോട് പറഞ്ഞു.
വെള്ളം കൊടുക്കണമെന്ന് വാട്ടർ അതോറിറ്റി തൊട്ടടുത്ത് ഇപ്പം ഒന്ന് കണക്ഷൻ കൊടുക്കണം. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പൈസ അടയ്ക്കണം. അതുകൊണ്ടാണ് ആ എടുക്കാതിരുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്നല്ല മാറാനുള്ള നടപടി കളക്ടർ. അതുകൊണ്ട് ഒരു പൗരനായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ മാത്രം വിളിച്ച് ചെയ്യാനുള്ള ഒരു കാര്യം ചെറിയ കാര്യമുള്ളൂ എന്ന് പറയണതാ മതി. പക്ഷെ അതിന് പോലും ആരും ഇല്ലാത്ത ഒരു നാഥനില്ല കളറി, ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു ദയനീയ സ്ഥിതി. നമുക്കറിയാം ഈ ബസ്സിന്റെ കാര്യത്തിൽ സാറിന് പറഞ്ഞല്ലോ. ഇപ്പൊ പുതുപ്പള്ളിക്കാരന്റെ ഒരു അവസ്ഥയല്ലെന്ന് വെച്ചാൽ, പുതുപ്പള്ളിക്കാരൻ തിരുവനന്തപുരത്തോ അല്ലെ കോഴിക്കോട്ടോ കേരളത്തിലെ ഏതെങ്കിലും ജില്ലാ തലസ്ഥാനത്ത് എവിടെയും പോയി വെച്ചാൽ ആ പുതുപ്പള്ളിക്ക് ബസ് നോക്കി നിന്നാൽ ബസ് കിട്ടുമോ സാറേ? കിട്ടിയല്ല. അതേസമയം പാലായ്ക്ക് ഒരു ബസ് പോയാലോ ചുമ്മാ കൈ ഇട്ട് നിന്നാൽ മതി, അടുത്ത് വരുന്ന ബസ് പാലായിരിക്കും. ഏത് സ്റ്റാൻഡിൽ നിന്നാലും പാലക്കാരനെ ഏത് ജില്ലയിലേക്കും ജില്ലാ തലസ്ഥാനത്തേക്കും രാവിലെ 10 മണിക്ക് എല്ലാം എന്താ രാവിലെ 3 മണി വെളുപ്പിന് 3 മണിക്ക് പോകുന്ന ബസ് 10 മണിക്ക് കോഴിക്കോട് ചെല്ലുന്നു. കോഴിക്കോട് സ്റ്റേഷൻ ഭാഗത്ത് വണ്ടി നിർത്തുക. രാവിലെ 6 മണിക്ക് പോകുന്ന 5 മണിക്ക് പോകുന്ന ആനക്കട്ടി പാലക്കാട് സ്റ്റേഷൻ വഴി 10 മണിക്ക് നിർത്തുക. രാവിലെ 7 മണിക്ക് പോകുന്ന തൃശ്ശൂർ 10 മണിക്ക് തൃശ്ശൂർ സ്റ്റാർട്ടില്ല. അതല്ല ഇനിയിപ്പം ജയ്സൺ പറഞ്ഞ പോലെ ഇനിയിപ്പോ അതൊക്കെ ഒരു പല മുൻകാഴ്ചയാണെന്ന് ഇനി പറയേണ്ടി വരുമല്ലോ. മുൻകാഴ്ചയായിട്ട് ചെയ്തതാണ്. അതല്ല ഞാൻ പറഞ്ഞു, പണ്ടിങ്ങനെ ആയിരുന്നു ഇനി പറയേണ്ടി വരുമോ? ഓരോന്നോരോ നിൽക്കുന്ന ഒരു കാഴ്ചയാണല്ലോ. വൈകുന്നേരം തിരിച്ചും വരായിരുന്നു. ജീവനക്കാരനെ അല്ലെ ജീവനക്കാരെ സ്ഥലം മാറ്റി കഴിഞ്ഞാൽ അവർക്ക് അന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്താവുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ കാണാനൊരു അവസരം ഉണ്ടായിരുന്നു. ആ അവസരം നഷ്ടമാകുകയാണ് പ്രതിഷേധമില്ലാതെ പ്രതികരണമില്ലാത്തതിന്റെ പേരിൽ.